ലഹരിവിരുദ്ധ ജനകീയയാത്രയുമായി പാലക്കാട് എത്തിയ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മലയാളിയുടെ സ്വന്തം മലമ്പുഴയിലെത്തി. മലമ്പുഴ ഉദ്യാനത്തിൽ 100 കണക്കിന് ആളുകളാണ് ജനകീയയാത്രയ്ക്ക് പിന്തുണ അറിയിച്ചത്. നമ്മളിപ്പോൾ മലമ്പുഴയിലാണുള്ളത് അല്ലേ? മലമ്പുഴ ഉദ്യാനമൊക്കെ നമ്മൾ നന്നായിട്ട് കാണും. കൃഷ്ണ ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ടോ മലമ്പുഴയിൽ? ഓക്കെ, ഇനിയിപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല അല്ലേ? അപ്പോൾ എല്ലാവർക്കും EPS ലേക്ക് ഷോർ പ്രസൻസ് SKN40യിലേക്ക് സ്വാഗതം. നമ്മൾ കേരളത്തിലുടനീളം 14 ജില്ലകളിലൂടെ നടത്തുന്ന പര്യടനത്തിന്റെ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ പാലക്കാട് ജില്ലയിൽ ഇന്ന് നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായി മലമ്പുഴയിൽ എത്തിയതാണ്. അപ്പോൾ സ്കേറ്റിങ്ങിനൊക്കെ ഉള്ള ഒരു പയ്യൻസ് നമ്മുടെ കൂടെ തന്നെ കേരളം മുഴുവൻ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭീഷണി. എന്താ മോന്റെ പേര്? എന്റെ പേര് മനുരാജ്. ഞാനിവിടെ മലമ്പുഴ അടുത്ത് അകത്തേത്തറയിലാണ് വീട്. +2 കഴിഞ്ഞു നിൽക്കുക. അപ്പൊ ഇനിയിപ്പോ പരിപാടിയില്ല, അതോ സ്കേറ്റിംഗുമായിട്ട് തുടരാന്ന് വിചാരിച്ചു? കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പൊ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, അപ്പൊ വിട്ടോ സ്കേറ്റിംഗ് നടക്കട്ടെ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ മലമ്പുഴ വന്നതാണ്. അപ്പൊ സാറ് വരുന്നതായിട്ട് പറഞ്ഞു ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. അയ്യോ, ഓക്കെ, നമസ്കാരം. സാറിന്റെ ന്യൂസ് കാണാതെ എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ സാറിന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒന്ന് ശബ്ദം ഉണ്ടാക്കാൻ കേൾക്കണതാണ്. ഞാൻ ബക്കർ പഴയ ഗാന്ധിജി ഓപ്പൺ യൂണിവേഴ്സിറ്റി കോളേജിൽ സാർ അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതെ, ഓ പഴയ ബക്കറാണോ? അതന്നെ, ശോഭ ബക്കർ. ശോഭ ബക്കർ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയില്. സാറ് മറക്കാതിരിക്കില്ല. മറക്കത്തില്ല, ചില കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. മോളാണ്. മോളെ എന്താ പേര്? കായികപരമായ വിനോദങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ നൽകിയാൽ കുട്ടികൾ ലഹരിക്ക് പോണത്. മുസ്തഫ. ചാവക്കാട്ടെ മുസ്തഫ കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് മലമ്പുഴ ഉള്ളിലേക്ക് പോവാം. എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം. ഞങ്ങള് ഗുരുവായൂര്, ഹരിപ്പാട് എല്ലാം. ഹാഷ്മി സാർ, ഒരാഗ്രഹമായിരുന്നു. എന്തോ അറിഞ്ഞോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഞങ്ങളുടെ യാത്രക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് സാറും സാറിന്റെ ടീമും കൂടെ ഇറങ്ങുന്നുണ്ട്. അതിന് വേണ്ട സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. നാലോട് പറയണം പോയിട്ട്. ഞങ്ങൾ കണ്ടു പറയില്ലേ? ടീച്ചർ സ്കൂളിൽ പ്രശ്നമല്ലോ ഉണ്ടോ? ഇല്ല, ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികളാ? LP കുട്ടികളാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവബോധം കൊടുക്കലൊക്കെ നൽകിയിട്ടുണ്ട്. റാലി, പോസ്റ്റർ നിർമ്മാണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. അതിലൂടെ ഇനി അതൊന്നുകൂടി ഊർജ്ജസ്വലമാക്കും. ചേട്ടാ നമസ്കാരം. എന്താ പേര് ചേട്ടന്റെ? എന്റെ വേണുഗോപാലൻ. ഇവിടെ എന്തായിട്ട് ജോലി ചെയ്യുന്നു? ഞാൻ ഇവിടെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഒരു 11 വർഷമായി. ഇവിടെയും കാട്ടാന ശല്യമുണ്ട്. ചില ഈ വെള്ളം കമ്മിയായി കഴിഞ്ഞാൽ അവര് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടിരിക്കും. ഇവിടെ ഈ ഫോറസ്റ്റ് അവിടെ ആ ഭാഗമെല്ലാം ഫോറസ്റ്റ് ആണ്. പെർമിഷൻ പരിപാടി നടക്കത്തില്ല? ഇല്ല, അതൊന്നും നടക്കില്ല. എന്താ പൊന്നെ. അപ്പൊ എവിടുന്നാ? ഞങ്ങൾ മാമ്പ്ര VBSന്റെ ഇതുമായിട്ട് വന്നേക്കണതാ. വെക്കേഷൻ ബൈബിൾ സൺഡേ സ്കൂൾ ക്ലാസ്. ഓക്കെ, അപ്പൊ നന്നായി. കുട്ടികളെ കൊണ്ട് നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്തോ? നിങ്ങള് ലഹരിക്കെതിരായിട്ടുള്ള യാത്രയെ കുറിച്ച് അറിഞ്ഞോ നിങ്ങള്? സീസണലായിട്ടാണോ കൂടുതൽ ആൾക്കാർ വരുന്നത്? സീസണിലാണ് കുറച്ച് ആൾക്കാർ. ഇപ്പൊ ഈ വെക്കേഷൻ ടൈമില് നമുക്ക് ഓരോ ഫംഗ്ഷൻ വരില്ലേ, ആ ഫംഗ്ഷൻ സമയത്ത് നിറയെ ആൾക്കാരുണ്ട്. സത്യം ഈ മലമ്പുഴയിൽ കുറച്ചുകൂടെ ആൾക്കാർ വരാൻ പൊട്ടൻഷ്യൽ ഉണ്ടോ നമ്മൾ മനസ്സിലാക്കി? ഇപ്പൊ നമ്മുടെ ഇപ്പൊ 76 കോടി എന്തോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ആവും. ഇനി ആൾക്കാർ നിറയെ വരും. കുറെ മെറ്റീരിയൽസ്. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ മലമ്പുഴയിലേക്ക് വരൂ, ജീവിതം ആസ്വദിക്കൂ, എൻജോയ് ദ ലൈഫ്. യാത്ര ലഹരിയാക്കൂ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഈ മലമ്പുഴ ഡാമിലുള്ള നമ്മുടെ ഈ പര്യടനം തൽക്കാലം അവസാനിക്കുകയാണ്. പക്ഷെ നമ്മുടെ പര്യടനം തുടരുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40. ഇത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡാമിലൊന്നായ മലമ്പുഴ ഡാമിൽ നിന്നാണ്, അതിന്റെ ടോപ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മലമ്പുഴ ഡാമിൽ അത്യാവശ്യം വെള്ളമുണ്ട്. പക്ഷേ എന്നാലും അതിമനോഹരമായ കാഴ്ചകളും ദൃശ്യവിരുന്നുമാണ് മലമ്പുഴ സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ യാത്ര ഒരു ലഹരിയാക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അപ്പോൾ നമ്മൾ ഇനി കാണും അടുത്ത സ്ഥലത്ത്, അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബൈ.